പ്രിയ മേലടുക്കം സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൂടെ എത്തിയിട്ടുള്ള ആം ആദ്മിയുടെ സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആം ആദ്മി പാർട്ടിയെ പറ്റി ഇവിടെ ആമുഖമായി പറഞ്ഞു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി പാലാ നിയോജക മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി നല്ല നിലയിൽ വളർന്നു വരികയാണ്. ആം ആദ്മി പാർട്ടിയുടെ നവരാഷ്ട്രീയ സന്ദേശ യാത്ര ഇന്ന് രാവിലെ പ്രവിത്താനത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ഇന്നിപ്പോൾ ഇവിടെ ഈ അടുക്കത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നാം എല്ലാവരും നല്ല ഭരണത്തിനായിട്ട് കാക്ഷിക്കുന്ന ആൾക്കാരാണ്. മറ്റു രാജ്യങ്ങളെ നമ്മൾ നോക്കും, മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ നോക്കും, നമ്മളെക്കാളും നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കും. ആ നിലയ്ക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഒരു റോൾ മോഡലാണ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ്, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, ഒരു ജനസേവകനാണ്. പുള്ളിക്ക് ജനസേവനത്തിന് മാക്സസെ അവാർഡ് കിട്ടിയ, ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനും മാക്സസെ അവാർഡ് കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല ജനസേവനത്തിനുള്ള. അങ്ങനെ മാക്സസെ അവാർഡും കിട്ടിയിരിക്കുന്ന ഒരു മാന്യദേഹമാണ് നമ്മുടെ അരവിന്ദ് കേജ്രിവാൾ. അരവിന്ദ് കേജ്രിവാളിന്റെ പ്രവർത്തനത്തിൽ ആകർഷണമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. പാലായിലെ ധാരാളം ആൾക്കാർ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാടിന് നന്മ വരണം, അഴിമതിരഹിത ഭരണം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്നാട്ടിലെ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. അവിടെ ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് ഇന്ത്യയില് സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, അതായത് 200 യൂണിറ്റ് കറണ്ട് വരെ ഉപയോഗിക്കുന്ന ആൾക്ക് ഡൽഹിയിൽ വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടതില്ല. ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ. 20,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കും വെള്ളത്തിന് നികുതിയില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഡൽഹിയിൽ കൊടുത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച ഡൽഹി ബജറ്റിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ വീതം വേതനം കൊടുക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, കേരളത്തിലുള്ള ഒരു സർക്കാരിന് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. കേരളത്തില് KSRTC ബസ്സിൽ സൗജന്യം ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് 70 കോടി രൂപ മാസം തോറും സംസ്ഥാന ഗവൺമെന്റ് KSRTCക്ക് കൊടുത്തിട്ടാണ് അവരുടെ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ എത്ര കഴിവുകെട്ട രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് അല്ലെ ഭരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓർത്താൽ മതി. ഇതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ഈ സംസ്ഥാനം കൊണ്ടുപോകാൻ പറ്റും. വളരെ വലിയ ഇൻകം ഉള്ള ഒരു സംസ്ഥാനമാണ്. റവന്യൂ ഇൻകം 1,80,000 കോടി റവന്യൂ ഇൻകം ഉള്ള ഒരു വരവുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ പണം എങ്ങനെ വിനിയോഗിക്കുന്നു, അതാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നം. നമ്മുടെ ആകെ വരുമാനത്തിൽ 35,000 കോടി രൂപ ഒരു വർഷം നമ്മൾ പലിശ അടയ്ക്കാനായിട്ട് മാത്രം നമ്മുടെ സംസ്ഥാനം ചെലവിടുവാണ്. ഇപ്പൊ ഡൽഹിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഡൽഹിയിലെ കേജ്രിവാൾ അധികാരത്തിൽ വരുമ്പോൾ 36,000 കോടി കടമുണ്ടായിരുന്ന ഡൽഹി സംസ്ഥാനം കഴിഞ്ഞ ആഴ്ചത്തെ ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ 14,600 കോടി രൂപ മിച്ചമാണ്. ഒന്ന് ഓർത്തു നോക്കി, അതാണ് ധനകാര്യ മാനേജ്മെന്റ്. അങ്ങനെയാണ് നമ്മളൊരു രാജ്യം ഭരിക്കപ്പെടേണ്ടത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പണമില്ല എന്ന് പറഞ്ഞ് ഡൽഹി പോയി സുപ്രീം കോടതി സംസ്ഥാന സർക്കാർ കേസ് വാദിച്ച് അവസാനം കേന്ദ്ര ഗവൺമെന്റ് 13,600 കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പയായിട്ട് റിലീസ് ചെയ്യാന്ന് പറഞ്ഞേക്കണം. അല്ലാതെ ഗ്രാന്റ് ഒന്നുമല്ല. കടം കയറി മുടിഞ്ഞു നിൽക്കുന്നയാൾക്ക് ഒരു കടവും കൂടെ കിട്ടിയാലത്തെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ വീട്ടിലൊരു കടം കയറി മുടിഞ്ഞു നിൽക്കുക, മുന്നോട്ട് പോകാൻ വയ്യ, നമ്മൾ പോയി ഒരു കടവും കൂടെ എടുക്കുന്നു. ആ വീടിന്റെ അവസ്ഥ ആദ്യത്തേതിനേക്കാളും മോശമായിരിക്കും. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് സംഭവിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് വരുമാനം എവിടുന്നാണ്? ചരക്ക് സേവന നികുതി, നമ്മൾ GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു നികുതി, അതാണ് കേരളത്തിന്റെ പ്രധാന നികുതി, എല്ലാ സംസ്ഥാനത്തിന്റെയും പ്രധാന നികുതി. ഒരു രാജ്യം ഒരു നികുതി എന്ന രീതി 2017 നിലവിൽ വന്നപ്പോൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാനവും ഉത്പാദനം നടക്കാത്ത സംസ്ഥാനങ്ങൾക്ക് വരുമാനമില്ലാത്ത ഒരു സ്ഥിതി വന്നു. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിന് ഉത്പാദനമില്ല, മറ്റ് സംസ്ഥാനങ്ങൾ ഉത്പാദനത്തിൽ മത്സരിക്കുകയാണ്. മഹാരാഷ്ട്രയും ഡൽഹിയും ഹരിയാനയും പഞ്ചാബും ആന്ധ്രയും തമിഴ്നാടും ഒക്കെ അവർ 50,000 കോടി 1,00,000 കോടി ഓരോ വർഷവും പുതിയ പുതിയ വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങുകയാണ്. അവരുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയാണ്. അവർ വിൽക്കുന്ന സാധനം കേരളത്തിൽ വിറ്റാലും നികുതി കിട്ടുന്നത് അവർക്കാണ്. നമ്മുടെ കേരളത്തിലെ ബാങ്കിലല്ലേ ട്രഷറി വഴി ഇത് കയറി പോകുന്നത് മാത്രമേ ഉള്ളൂ. ആര് ഉത്പാദിപ്പിക്കുന്നിടത്താണ് ഇതിന്റെ ബില്ലടിക്കുന്നത്. ബില്ലടിക്കുന്ന സംസ്ഥാനത്തിനാണ് ടാക്സ് കിട്ടുന്നത്. പകുതി കേന്ദ്ര ഗവൺമെന്റിന് പോകും, പകുതി സംസ്ഥാന ഗവൺമെന്റിനും പോകും. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത്
ഉൽപാദനമില്ല. അതിനെക്കുറിച്ച് നമ്മുടെ സർക്കാരുകൾ ചിന്തിക്കുന്നില്ല. നമ്മൾ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം LDF സർക്കാർ നാടിന്റെ വികസനം കുടുംബശ്രീയിൽ കൂടെ വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് വാക്കാണ് കിഫ്ബിയും കുടുംബശ്രീയും. കുടുംബശ്രീയിൽ നിന്ന് എന്ത് GST ആണ് കിട്ടുന്നത്? കുടുംബശ്രീയിൽ നിന്ന് എന്ത് വരുമാനമാണ് കിട്ടുന്നത്? വലിയ വ്യവസായങ്ങൾ വരണം, സേവന വ്യവസായങ്ങൾ, അതായത് IT റിലേറ്റഡ് ഇൻഡസ്ട്രീസ് വരണം, ടൂറിസം ഇൻഡസ്ട്രീസ്. നമുക്കിവിടെ പലതും ചെയ്യാനുണ്ട്. നമുക്കറിയാം 25 കോടി രൂപ മുടക്കി ഒരു പ്രവാസി NRI ആയിട്ടുള്ള ഒരു പ്രവാസി മലയാളി നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ളതാണ്, മാഞ്ഞൂർ പഞ്ചായത്ത്. അദ്ദേഹം 25 കോടി മുടക്കി ഒരു കൺവെൻഷൻ സെന്റർ നടത്തിയിട്ട് 3 മാസം അവിടെ പഞ്ചായത്തിൽ കയറി ഇറങ്ങി ഒരു NOC കിട്ടാൻ. അവസാനം അദ്ദേഹം പെരുവഴി കിടക്കുന്നതും പെരുവഴിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും അന്ന് തന്നെ NOC കിട്ടുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹം ഒരു 100-ലധികം ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇങ്ങനെയാണ് നമ്മൾ നിക്ഷേപിക്കാൻ വരുന്ന ആൾക്കാരുടെ സമീപനം. നടന്നു കിടന്നവന്റെ കാല് തേയും. ഈ രീതി മാറണം. ഇതിപ്പോ നമുക്ക് ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഞങ്ങൾ ഇടതുപക്ഷ നയമുള്ള ആൾക്കാരല്ല. ഞങ്ങൾ ആം ആദ്മിയുടെ ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആം ആദ്മിയിലോട്ട് കൂടുതൽ ആൾക്കാർ കടന്നു വരണം. ആം ആദ്മിയുടെ ഭരണം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവരാഷ്ട്രീയ സന്ദേശ യാത്ര ഞങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു ഹിന്ദുത്വ ഐഡിയോളജി അതിന്റെ ബേസിസിൽ, മതത്തിന്റെ ബേസിസിൽ ജനങ്ങളെ കൂട്ടി അതിന്റെ പേരിൽ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പൊ നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ വർഗസമരം പറഞ്ഞ് മുതലാളി തൊഴിലാളി, ഒരേക്കർ സ്ഥലമുള്ള ആളെ വരെയും പണ്ട് മുതലാളി എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഒരു വർഗസമരം നടത്തി തരം തിരിച്ച് ആൾക്കാരെ വ്യത്യസ്ത രീതിയിലാക്കി ഉള്ള ഒരു ഭരണം. ആം ആദ്മി പാർട്ടിക്ക് ഇതൊന്നുമില്ല. ജനങ്ങൾക്ക് ക്ഷേമം നൽകിക്കൊണ്ട്, ജനങ്ങൾ നൽകുന്ന നികുതി ജനങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഉപകരിച്ചുകൊണ്ട് എങ്ങനെ അവർക്ക് നന്മ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം മന്ത്രിമാര്, MLA മാര്, MP മാര് ഇവർക്കെല്ലാം ഒരിക്കലും MLA ആയിക്കഴിഞ്ഞാൽ അല്ലെ MP ആയിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വീടിന് അലവൻസ് ഉണ്ട്, യാത്ര ഫ്രീ ആണ്. ഈ വക കാര്യങ്ങൾ ആദ്യം കേജ്രിവാൾ മനസ്സിൽ കണ്ടു. അങ്ങനെയാണ് ഇവിടുത്തെ മന്ത്രിമാർക്കും MLA മാർക്കും കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടുത്തെ സാധാരണ ജനത്തിനും കിട്ടണം എന്ന് അദ്ദേഹം തീരുമാനിച്ചത്. അത് അദ്ദേഹം ഭംഗിയായിട്ട് നടപ്പാക്കുന്നുമുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ കണ്ണു തുറന്ന് ഇത് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം, ഇപ്പൊ 2 സംസ്ഥാനം ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്. ഒരു മുന്നണിയുമില്ല. ഡൽഹിയിൽ 70 സീറ്റിൽ 62 സീറ്റും മേടിച്ചാണ് ആം ആദ്മി പാർട്ടി 3-ാം പ്രാവശ്യവും ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പഞ്ചാബിൽ 117 സീറ്റിൽ 92 സീറ്റുമായിട്ടാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പഞ്ചാബിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കണ്ടുവന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ഭരണം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. ഞങ്ങൾ രാഷ്ട്രീയ തൊഴിലാളികളല്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം, ഞങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്ന പോലത്തെ പ്രസംഗമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങളൊക്കെ ഉദ്യോഗസ്ഥരായിട്ടിരുന്ന് റിട്ടയർ ചെയ്ത് നമ്മുടെ ഈ നാടിന്റെ നന്മ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വന്നേക്കുന്ന ഒരുപറ്റം ആൾക്കാരാണ്. ഞങ്ങളുടെ കൂടെ കർഷകരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ നാടിന്റെ നന്മ. അഴിമതി കുറഞ്ഞ ഒരു ഭരണം കൊണ്ടുവന്ന് നമ്മുടെ നാടിന്റെ കടം കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാടിന് വലിയ വികസനം നമുക്ക് സാധ്യമാക്കാൻ പറ്റും. പാലാ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് പാലായിൽ ഇപ്പം ആം ആദ്മി പാർട്ടിക്ക് നല്ല ഒരു നേതൃത്വം വന്നിട്ടുണ്ട്. നമ്മുടെ പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ TJ ജേക്കബ് തോപ്പിൽ എന്ന ഒരു റിട്ടയർഡ് DIG ആണ്. അദ്ദേഹം SPGയിൽ വർക്ക് ചെയ്തിരുന്നു. നമ്മുടെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വളരെ കാലം വർക്ക് ചെയ്തിരുന്നു. കോൺഗ്രസ് കുടുംബവുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ആളാണ്. പക്ഷേ എങ്കിൽ ആം ആദ്മി പാർട്ടിയിലെ ഡൽഹിയിലെ കേജ്രിവാളിന്റെ പ്രവർത്തനം കണ്ട് ആം ആദ്മി പാർട്ടിയിൽ ആകർഷണമായിട്ടാണ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലവരായ നാട്ടുകാരോട് നിങ്ങൾ പറയാനുള്ളത്, ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആം ആദ്മി പാർട്ടി നല്ല നിലയിൽ വളർന്നു വരുവാൻ നല്ലവരായ ആൾക്കാരുടെ സഹകരണം ഉണ്ടാകണം. കൂടുതൽ ആളുകൾ ആം ആദ്മി പാർട്ടിയുടെ അംഗത്വം എടുക്കണം. നമ്മുടെ ഈ നാട് വലിയൊരു വികസനം, വലിയൊരു മുന്നേറ്റം നടത്താനായിട്ട് ഇടവരുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.